ചോക്ലേറ്റിന്റെ ചരിത്രം മനോഹരവും ആസ്വാദ്യവുമായി കണക്കാക്കപ്പെടുന്നു. കൊക്കോ വൃക്ഷം ജന്മം കൊണ്ടത് ഇന്ത്യൻസുകൾ വസിച്ചിരുന്ന ദക്ഷിണ അമേരിക്കയിലും മെക്സിക്കോയിലെ മഴക്കാടുകളിലുമാണ്. ഏകദേശം 3000 വർഷം മുമ്പ് ഒൾമെക്കുകൾ ആദ്യമായി കൊക്കോ ഉപയോഗിച്ചു. പിന്നീട് മായന്മാരും അസ്ടെക്കുകളും ഇതിനെ ആരാധനാമൂല്യത്തോടെ ഉപയോഗിച്ചു. അസ്ടെക്കുകൾക്ക് കൊക്കോ വളരെ വിലമതിപ്പുള്ളതായിരുന്നു. അവർ കൊക്കോ ബീനുകൾ നാണയമായി ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും മാത്രമാണ് ചോക്ലേറ്റ് പാനീയമായി ഉപയോഗിച്ചത്, പലപ്പോഴും മുളക്പൊടി പോലുള്ള മസാലകൾ ചേർത്ത്. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അധിനിവേശകർ ചോക്ലേറ്റ് യൂറോപ്യൻ ലോകത്ത് കൊണ്ടുവന്നു. ആദ്യത്തേതായി ഇതൊരു ഔഷധപാനീയമായാണ് അറിയപ്പെട്ടത്. പിന്നീട് ചക്കര ചേർത്ത് മധുരം കൂട്ടിയതോടെ യൂറോപ്പിൽ വലിയ ജനപ്രീതി നേടി. 1828-ൽ കൊക്കോവിൽ നിന്ന് കൊക്കോ ബട്ടറും പൗഡറും വേർതിരിക്കാൻ ഡച്ച് കെമിസ്റ്റ് കോൺറാഡ് ഹൗൺസെൻ കണ്ടെത്തിയത് ഒരു വിപ്ലവമായിരുന്നു. ഇതോടെയാണ് കടലാസുപോലെയുള്ള ചോക്ലേറ്റ് നിർമ്മാണം തുടങ്ങുന്നത്. 1847-ൽ ജോസഫ് ഫ്രൈ ആദ്യ ചോക്ലേറ്റ് ബാർ നിർമ്മിച്ചു. 1875-ൽ സ്വിറ്റ്സർലൻഡിൽ ഡാനിയൽ പീറ്റർ ആദ്യമായി പാലു ചോക്ലേറ്റ് നിർമ്മിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഇങ്ങനെ ചോക്ലേറ്റ് ചരിത്രം മനുഷ്യരാശിയുടെ സംസ്കാരത്തിന്റെയും ആഹാരരുചിയുടെയും ഭാഗമാകുകയായിരുന്നു.